കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ടി വിയിൽ ഒരാൾക്ക് കേക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. ജിലുമോളെ ചുമ്മാ കാണാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഒത്തിരി പാടുപെട്ട് 2 കൈ ഉണ്ടായിട്ട്. വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾ ലിബറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മാത്രമല്ല, അവരെ ഇങ്ങനെയുള്ള കുറവുകളെ കൂടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ്. അത് ആരും സഹായത്തിനില്ലാത്ത ഒരു അശരണയായ ഒരവസ്ഥയുള്ള ഒരു പെൺകുട്ടി, നമുക്ക് വലിയ മാതാപിതാക്കളും കുട്ടികളും പണമൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയല്ല, ആരും സഹായിക്കാനില്ലാത്ത അനാഥയായി പോയ ഒരു കുട്ടിക്ക് മലാഖമാരുടെ സഹായം കണ്ടില്ലേ, അവർ കൊണ്ട് വളർന്ന് വലുതായി ഇത്ര വലിയ അംബീഷ്യസാണ്. ആഗ്രഹങ്ങൾക്ക് ആകാശം മുട്ടിയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലതും സാധിക്കും. ഞാനുമൊക്കെ അങ്ങനത്തെ ഒരു ഉദാഹരണമാണ്. ഞാനൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതുപോലെ ജിനുമോൾക്ക് ഇനിയൊരു ഓൺട്രപ്രനർ ആകണമെന്നാണ് ആഗ്രഹം. നിങ്ങളിൽ പുതിയ ഈ ചേച്ചിമാരാരെങ്കിലും അദ്ദേഹത്തിനെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമോ? ഉറപ്പായിട്ടും കിട്ടും കേട്ടോ, ഇവർ വിളിച്ചോളും. ജിനുമോളെ വേണ്ട, ഇവിടെ ഇനി ഓൺട്രപ്രനർ ആയില്ല എന്ന് വേണ്ട കേട്ടോ. എന്തോ ആണ്ടേ, ആ ചേച്ചി മെൻറ്റർ ചെയ്യാന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ല. അപ്പോൾ ഈ കൈരളിയുടെ ഈ സായനം വളരെ സന്തോഷകരമായ ഒരു സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. ജോലി ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പപ്പ കാണാതെ തേങ്ങിക്കരയുന്ന പെൺകുട്ടിയുടെ ചുടു കണ്ണുനീരിൽ കുതിർന്നു ജിലുവിൻ്റെ കാറോട്ട മോഹം. എന്നാൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബകേശൻ അതിന് അറുതി കുറിച്ചു. ജിലുവിന് മുന്നിൽ നിയമം തലകുനിച്ചു. അവൾക്ക് ലൈസൻസ്. 6 കൊല്ലത്തെ പോരാട്ടത്തിൻ്റെ ആ വിജയരേഖ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ജിലു ഏറ്റുവാങ്ങി. 2 കൈകളുമില്ലാത്ത ഒരാൾക്ക് ഭൂമിയുടെ കിഴക്കേ അർദ്ധഗോളത്തിൽ ആദ്യമായി ലൈസൻസ് കിട്ടുകയായിരുന്നു. അത് കാണാൻ ഏറെ ആഗ്രഹിച്ച പപ്പ അപ്പോഴേക്കും ഓർമ്മയായിരുന്നു. ജിലു മോൾ ഇന്ന് ആരെയും പോലെ കാർ ഓടിക്കും. ആ കാർ ഓടിപ്പോകുന്നത് റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്കാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ പോരാട്ട ചരിത്രത്തിലേക്കാണ്, നമ്മുടെ വീരകഥകളിലേക്കാണ്. പത്മശ്രീ ഭരത് മമ്മൂട്ടി അംഗീകാരത്തിന്റെ സുവർണ വെളിച്ചത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ജീവിത വിജയ കിരീടം പോരാടി നേടി ശിരസിൽ ചൂടി നിൽക്കുന്ന ഈ വീരാംഗനെ. കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ജിലു മോൾ മരിയറ്റ് തോമസിന്.